ദൃശ്യം 3 സിനിമ പ്രദർശനം കാണാൻ മോഹൻലാൽ എറണാകുളം കവിതാ തിയേറ്ററിൽ എത്തുകയാണ്. സിനിമ അണിയറ പ്രവർത്തകരും ഒപ്പമുണ്ട്. തത്സമയം പിറന്നാൾ ദിനത്തിൽ ഷോ കാണാൻ ദൃശ്യം ഒരു വിസ്മയമാകും ദൃശ്യമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ആ വിസ്മയം തന്നെ തിയേറ്ററിലേക്ക് എത്തുന്ന മനോഹരമായ കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ലാലേട്ടൻ എത്തിയിരിക്കുന്നത്. എറണാകുളത്താണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്കൊപ്പമാണ് എത്തിയിരിക്കുന്നത്. ആരാധകർ അത്രത്തോളം ആവേശത്തോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ദൃശ്യം 3. ദൃശ്യവിസ്മയത്തിന്റെ ഒരു മൂന്നാം ഭാഗം എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ജോർജ് കുട്ടി ഇനി വീണ്ടും പ്രേക്ഷകരെ കയ്യിലെടുക്കുന്ന ദിവസങ്ങളാണ്. ദൃശ്യം 3-ല് ജോർജ് കുട്ടി ഇനി എന്താണ് അവസാനത്തെ അടവ് പയറ്റുക, എന്താണ് ഈ ദൃശ്യം 3 ആകാംക്ഷയോടെ. കാരണം ജിത്തു ജോസഫിന്റെ ആ ഒരു തിരക്കഥയും സംവിധാനവും ആ ദൃശ്യം 1-ാം ഭാഗവും 2-ാം ഭാഗവും അത് മലയാളികൾ എത്രത്തോളം ഏറ്റെടുത്തു. മലയാളികൾ മാത്രമല്ല, അന്യഭാഷക്കാരും അന്യഭാഷകളിലേക്ക് കൂടി ആ സിനിമ അവരുടേതായ ഭാഷയിൽ ദൃശ്യഭാഷ ഒരുക്കിയിരുന്നു. പക്ഷേ മലയാളത്തിന്റെ അത്ര എത്തിയിട്ടില്ല. കാരണം ലാലേട്ടനോളം ഒരാളും എത്തില്ല, ഒരു നടനും എത്തില്ല എന്ന് നമുക്കറിയാം. അപ്പോ ഒന്നും കൂടി പ്രേക്ഷകരോട് പറയാം, വെറും ഒരു 4-ാം ക്ലാസ്സുകാരന്റെ ബുദ്ധിയല്ല ജോർജ് കുട്ടിക്ക്. എന്താണെന്ന് ജോർജ് കുട്ടിയും കുടുംബവും ആ തിയേറ്ററിനുള്ളിൽ മിന്നിക്കുന്ന പ്രകടനം എന്താകും പ്രേക്ഷകർക്കായി ഒരുങ്ങി വെച്ച ആ വിരുന്ന് എന്നൊക്കെ അറിയാം. എന്തായാലും ദയവായി ഈ സിനിമകൾ കാണുന്നവരുണ്ടെങ്കിൽ കുടുംബത്തെ രക്ഷിക്കാൻ ഏതറ്റം വരെയും ജോർജ് കുട്ടി പോകും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ജോർജ് കുട്ടി അത് പറയുന്നുമുണ്ട്. അങ്ങനെ ഏതടവായിരിക്കാം ഒരു കാര്യം കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയാണ്. ദയവ് ചെയ്ത് ഈ സിനിമ കണ്ടിട്ട് സ്പോയിലർ അലേർട്ടുമായി രംഗപ്രവേശം ചെയ്യരുത്. നമുക്കറിയാം, ഈ സോഷ്യൽ മീഡിയയൊക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഈ സിനിമയുടെ ക്ലൈമാക്സും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുന്ന രംഗങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് ഒരു റീൽ അങ്ങ് ഇറക്കും. ഞങ്ങളെപ്പോലുള്ളവർക്കൊക്കെ പോയി സിനിമ കാണണം. അപ്പോൾ എല്ലാവരും പോയി സിനിമ ആസ്വദിക്കൂ, ഒപ്പം മറ്റുള്ളവരെ കൂടി ആസ്വദിക്കാൻ അനുവദിക്കൂ. എന്തായാലും നോക്കൂ, KP മീനയുമുണ്ട്, നടി മീനയുമുണ്ട്. അതെ, അദ്ദേഹം അകത്തേക്ക് പോയിരിക്കുകയാണ്. അണിയറ പ്രവർത്തകരോടൊപ്പം സുഹൃത്തുക്കളോടൊപ്പമാണ്. ആ സിനിമയിലെ അഭിനേതാക്കളും ഒപ്പമുണ്ട്. അങ്ങനെ ദൃശ്യ വിസ്മയം കാണാൻ സാക്ഷാൽ വിസ്മയം തന്നെ തിയേറ്ററിലെത്തിയിരിക്കുന്നു. നടൻ മോഹൻലാൽ തൻ്റെ സിനിമ കാണാൻ പിറന്നാൾ ദിനം തന്നെ അദ്ദേഹം നമുക്ക് നൽകുന്ന സമ്മാനം, അദ്ദേഹത്തിന് നമ്മൾ നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ്. മോഹൻലാൽ അല്പസമയത്തിനകം തന്നെയാകും എത്തിച്ചേരുക. ഇപ്പോൾ മേജർ രവി എത്തിയിട്ടുണ്ട്. മോഹൻലാലിന്റെ ഉറ്റ സുഹൃത്താണ്. മോഹൻലാലിന്റെ ഭാര്യ ഇപ്പോൾ തിയേറ്ററിനുള്ളിൽ ആദ്യം തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് ഇന്ന് പിറന്നാളാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ നടന വിസ്മയം ആസ്വദിക്കാൻ ആദ്യം ആ തിയേറ്ററിലേക്ക് ഓടിയെത്തിയത് ഭാര്യയാണ്. സുചിത്ര മോഹൻലാലാണ് എത്തിയിരിക്കുന്നത്. ഒപ്പം ഇപ്പോൾ മേജർ രവി അടക്കമുള്ള പ്രമുഖ താരങ്ങളും അവിടേക്ക് എത്തുകയാണ്. നടൻ മോഹൻലാൽ അല്പസമയത്തിനകം ഇടത്തോട് ചരിച്ചിറങ്ങും. ഇത്തവണ അദ്ദേഹം ഇറങ്ങുന്നത് ജോർജ് കുട്ടിയായിട്ടാണ്. പിറന്നാൾ ദിവസം ആദ്യമായാണ് പ്രേക്ഷകർ ലാലേട്ടനെ സ്ക്രീനിൽ കാണുക എന്ന് തോന്നുന്നു, അല്ലേ? അതെ, ആ ഒരു ദൃശ്യം 3 പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത് എത്രയോ കാലങ്ങളായി നമ്മൾ കാത്തിരിക്കുകയാണ്. ജോർജ് കുട്ടിയുടെ ആ ഒരു പുതിയ അടവ്, തൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്യുക, അദ്ദേഹം മറ്റുള്ളവരെ ഏത് തരത്തിലാണ് തന്റെ കുടുംബത്തിന്റെ സംരക്ഷണത്തിന് നടി മീന ഇപ്പോൾ എത്തിയിട്ടുണ്ട് ചിത്രം കാണാൻ. ജോർജ് കുട്ടിയുടെ പ്രിയപ്പെട്ട അഭിനന്ദനം നൽകാൻ നമുക്ക് മിഥുനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. മിഥുൻ, എല്ലാവരും കാത്തിരിക്കുകയാണ് ദൃശ്യം 3ക്ക് വേണ്ടി. സാക്ഷാൽ ലാലേട്ടൻ തന്നെ അല്പസമയത്തിനകം തന്നെ അവിടെ എത്തും. ഒപ്പം സിനിമയിലെ മറ്റ് അഭിനേതാക്കളും അദ്ദേഹത്തിന്റെ ഭാര്യ, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളൊക്കെയും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ലാലേട്ടൻ അല്പസമയത്തിനകം എത്തുമല്ലേ? തീർച്ചയായിട്ടും ലാലേട്ടൻ അല്പസമയത്തിനകം തന്നെ കവിതാ തിയേറ്ററിലേക്ക് എത്തുമെന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നത്തെ ആദ്യത്തെ ഷോ 8 മണിക്കത്തെ ഷോ മോഹൻലാൽ അണിയറ പ്രവർത്തകർക്കൊപ്പം തന്നെ ഈ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കെല്ലാം ഒപ്പം കാണാൻ എത്തുമെന്നുള്ള വിവരമാണ് ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇതോടകം തന്നെ ഇവിടുത്തെ അണിയറ പ്രവർത്തകരെല്ലാം തന്നെ ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാന നടിയായിട്ടുള്ള മീന, ഒപ്പം തന്നെ ജോർജ് കുട്ടിയുടെ, അതായത് മോഹൻലാലിന്റെ മകളായിട്ട് അഭിനയിച്ച എസ്തർ ഉൾപ്പെടെയുള്ള അഭിനേതാക്കൾ ഇപ്പോൾ ഇതോടൊപ്പം തന്നെ എത്തിയിട്ടുണ്ട്. മേജർ രവി അല്പസമയം മുമ്പ് തിയേറ്ററിലേക്ക് കടന്നുപോയി. അങ്ങനെ മുഴുവൻ അണിയറ പ്രവർത്തകരും അതുപോലെ തന്നെ മറ്റെല്ലാവരും ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ദൃശ്യം 3 എന്ന് പറയുന്നത് വലിയൊരു ബെഞ്ച് മാർക്കാണ്. വലിയ കളക്ഷൻ റെക്കോർഡുകളും എല്ലാമായി കേരളത്തിൻ്റെ ഈ ഇൻഡസ്ട്രിയെ വലിയ രീതിയിൽ ഉയരങ്ങളിലേക്ക് എത്തിച്ച ഒരു സിനിമ കൂടിയാണ്. കലാപരമായും അതുപോലെ തന്നെ അതിൻ്റെ കൊമേഴ്ഷ്യൽ തലത്തിലുമെല്ലാം തന്നെ മുന്നിട്ട് നിൽക്കുന്ന ഒരു കഥ
മലയാളത്തിന് ലഭിച്ച ഏറ്റവും വലിയ സസ്പെൻസ് ത്രില്ലർ എന്ന് തന്നെ, ഫാമിലി ത്രില്ലർ എന്ന് തന്നെ പറയാവുന്ന തരത്തിലുള്ള ആ സിനിമ ദൃശ്യത്തിന് ശേഷം, ദൃശ്യത്തിന് മുമ്പ് എന്നുള്ള നിലയിലേക്ക് ഇവിടുത്തെ സിനിമ രംഗം തന്നെ മാറിയ ഒരു സാഹചര്യം എല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. ആ ദൃശ്യത്തിന്റെ ജോർജ് കുട്ടിയെ വെല്ലാൻ ഇതുവരെയും കഴിഞ്ഞിട്ടുള്ള വിലയിരുത്തലുകളെല്ലാം ഈ ഇതിനോടകം തന്നെ സിനിമാ മേഖലയിൽ ഉണ്ട്. ജോർജ് കുട്ടിയോടൊപ്പം എത്താനും എല്ലാം തന്നെ വളരെ കിണഞ്ഞ് പരിശ്രമിക്കുന്ന മറ്റു സിനിമകളെല്ലാം തന്നെ തന്നെയാണ്. മോഹൻലാൽ അല്പസമയത്തിനകം തന്നെ എത്തും. പ്രേക്ഷകർക്ക് ആ മനോഹര ദൃശ്യങ്ങൾ ജനം TV-യിലൂടെ തന്നെ ആസ്വദിക്കാം. ദൃശ്യം 3 കാണാൻ അദ്ദേഹത്തിന്റെ പ്രിയ സുഹൃത്തുക്കൾ, സിനിമയുടെ അണിയറ പ്രവർത്തകർ, ഷോക്ക് വേണ്ടിയാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. പ്രേക്ഷകരൊക്കെയും അവരെ സംബന്ധിച്ചിടത്തോളം ഇതിലേറെ ആനന്ദമുണ്ടാകില്ല സാക്ഷാൽ ലാലേട്ടന്റെ കൂടെ അല്ലേ ദൃശ്യം 3 കാണുക, ലാലേട്ടന്റെ കൂടെ ഇരുന്ന് ആ കവിതാ തിയേറ്ററിൽ ഇരുന്ന് കാണുക എന്നതിൽ ആ ഒരു അസുലഭ നിമിഷമാണ് പല പ്രേക്ഷകർക്കും ആസ്വാദകർക്കും ലഭിച്ചിട്ടുള്ളത്. അവരൊക്കെയും അതിൻ്റെ ആ ഒരു സന്തോഷത്തിലാണ്. അല്പസമയത്തിനകം തന്നെ ലാലേട്ടൻ തിയേറ്ററുകളിലേക്ക് എത്തും. അദ്ദേഹത്തിൻ്റെ ഭാര്യ, സുഹൃത്തുക്കൾ, സിനിമയിലെ പ്രധാന അഭിനേത്രി നടി മീന അടക്കമുള്ളവർ അവിടെ എത്തിച്ചേരുന്നു. നമുക്ക് അശ്വതി, നമുക്ക് ഈ മനോഹരമായ കാഴ്ചകളിലേക്ക് തന്നെ മടങ്ങി എത്താം. ഒരു ചെറിയ ഇടവേള കഴിഞ്ഞല്ലേ? അതെ, തീർച്ചയായും. വെറും ഒരു ബികോം കാര്യാകാൻ പോയ നിന്നെ വലിയൊരു ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടന്റ് ആക്കി മാറ്റി. ആര് മാറ്റി? ലക്ഷ്യം മാറ്റി. ലൈഫ് ഇപ്പോ സെറ്റ് അല്ലേ? ഇന്റലിജന്റ് ആയ പുതുതലമുറയ്ക്ക് ഇന്റഗ്രേറ്റഡ് ഡിഗ്രി കോഴ്സസ്. ലേൺ ACCA ഇന്റഗ്രേറ്റഡ് ബികോം only from Indian Institute of Commerce, ലക്ഷ്യം. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. നൂറ്റാണ്ടുകൾ നിലനിൽക്കുവാൻ രൂപകൽപ്പന ചെയ്തതുമായ ശക്തമായ TMT ഷ്യാം മാത്രം. ഷ്യാം സ്റ്റീൽ ഫ്ലെക്സി സ്ട്രോങ് TMT ബാർ. ശക്തവും വഴങ്ങുന്നതും. TMT ഫ്ലെക്സി സ്ട്രോങ് ഉള്ളപ്പോൾ വീട് എന്നേക്കും ശക്തം. ആക്ച്വലി ദൃശ്യം 3 ആദ്യ ഷോ കാണാൻ സാക്ഷാൽ മോഹൻലാൽ, മലയാളത്തിന്റെ പ്രിയ താരം, അല്പസമയത്തിനകം തന്നെ എറണാകുളം കവിതാ തിയേറ്ററിലെത്തും. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇതിനകം ലാലേട്ടന്റെ ഭാര്യ സുചിത്ര, നടി മീന, എസ്തൽ, അങ്ങനെ സിനിമയിലെ അഭിനേതാക്കൾ, ഒപ്പം നീരജ് മാധവ്, ഒപ്പം അണിയറ പ്രവർത്തകർ, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ, മെച്ചരുവി അടക്കമുള്ളവർ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ലാലേട്ടൻ അവിടെ എത്തിച്ചേരും. അതിനുള്ള ഒരു കാത്തിരിപ്പിലാണ് അല്ലേ? എല്ലാവരും ലാലേട്ടനെ കാത്തിരിക്കുകയാണ്. ഒപ്പം ദൃശ്യവിസ്മയമാകാൻ പോകുന്ന ദൃശ്യത്തിന്റെ ഒരു കാത്തിരിപ്പിലുമാണ്. അല്പസമയത്തിനകം തന്നെ കവിതാ തിയേറ്ററിൽ ലാലേട്ടൻ എത്തിച്ചേരും. ആദ്യ ഷോ 8 മണിക്കാണ് തീരുമാനിച്ചിരിക്കുന്നത്, നിശ്ചയിച്ചിട്ടുള്ളത്. ആ ഷോ പ്രേക്ഷകർക്കൊപ്പം, തൻ്റെ സുഹൃത്തുക്കൾക്കൊപ്പം, തൻ്റെ പ്രിയപ്പെട്ടവർക്കൊപ്പം കാണാനാണ് ലാലേട്ടൻ എത്തിച്ചേരുക. അതെ, മലയാളികളുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ, നമ്മുടെ സ്വന്തം ലാലേട്ടൻ ഇന്ന് ജോർജ് കുട്ടിയായി അരങ്ങിൽ തകർക്കാൻ, വീണ്ടും എന്തൊക്കെയോ രഹസ്യങ്ങൾ പറയാൻ, വീണ്ടും വിസ്മയം കാണിക്കാൻ എന്തൊക്കെയാണ് ആ ദൃശ്യം 3-ലെ സസ്പെൻസ്? അതാണ് എല്ലാവരും കാത്തിരിക്കണം. ഒരു ത്രില്ലോടെ അല്ലാതെ ആ സിനിമ കാണാൻ സാധിക്കില്ല അല്ലേ? ഓരോ നിമിഷവും ഉദ്യോഗജനകമായ മുഹൂർത്തങ്ങളിലൂടെയാണ് നമ്മൾ ദൃശ്യം 1ഉം 2ഉം കണ്ടത്. അതിൽ ഒട്ടും കുറവ് വരില്ല ദൃശ്യം 3. അതിനേക്കാൾ അതുക്കും മേലെയായിരിക്കും ദൃശ്യം 3 എന്ന് തന്നെയാണ് ഓരോ പ്രേക്ഷകരും കാത്തിരിക്കുന്നത്. എസ്തർ, മെജരവി, എസ്തറിനെ പറ്റി പറയുമ്പോഴേ, എസ്തർ ഈ സിനിമയിൽ ആദ്യം ദൃശ്യം 1-ൽ അഭിനയിക്കുന്ന സമയത്ത് കുഞ്ഞു കുട്ടിയായിരുന്നു. ഇപ്പോൾ എസ്തർ തന്നെ പറയുന്നുണ്ട്, ഞാൻ ആദ്യം ഫ്രോക്ക് ഇട്ടുകൊണ്ടാണ് സിനിമയിൽ അഭിനയിച്ചത്. ഇപ്പോൾ ഈ ദൃശ്യം 3 അതിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട സാരി ഉടുത്ത് വന്ന് നിൽക്കുകയാണ്. കാരണം അത്ര ഒരു മാറ്റം അല്ലേ? ആ ഒരു മാറ്റം. പക്ഷേ ആ സിനിമയ്ക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല. ലാലേട്ടനും ഒരു മാറ്റവും വന്നിട്ടില്ല. അത് തന്നെയാണ്. അപ്പോൾ ജോർജ് കുട്ടിയും കുടുംബവും ഇന്ന് എന്താണ് സ്ക്രീനിൽ കാണിക്കാൻ പോകുന്നത്? ആകാംക്ഷാജനകമാണ്. ജോർജ് കുട്ടിയും കുടുംബവും കുടുംബ പ്രേക്ഷകർക്കിടയിലേക്ക് ഇന്നു മുതൽ എത്തുകയാണ്. അതെ, ആ ഒരു മനോഹരമായ മുഹൂർത്തത്തിന്, ആ ദൃശ്യവിസ്മയം നേരിൽ കാണാൻ വേണ്ടി താൻ പകർന്നാടിയ ആ ഒരു വേഷപ്പകർച്ച, ആ ഒരു സിനിമ നേരിൽ പ്രേക്ഷകർക്കൊപ്പം, തൻ്റെ പ്രിയപ്പെട്ടവർക്കൊപ്പം കാണാനാണ് ലാലേട്ടൻ അല്പസമയത്തിനകം തന്നെ എറണാകുളം കവിതാ തിയേറ്ററിൽ എത്തിച്ചേരുക. പ്രേക്ഷകർ അവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്, ആരാധകർ അവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. ഒരു നോക്ക് കാണാൻ പ്രിയപ്പെട്ട ലാലേട്ടനൊപ്പം
ആ ഹൃദ്യമായ സിനിമ ഒന്ന് കാണാൻ. തീർച്ചയായും എന്തായാലും അഭിനയത്തിന്റെ ആകാശം തൊട്ട ആടിയാട്ടങ്ങളുടെയൊക്കെ തമ്പുരാൻ അല്പസമയത്തിനകം തന്നെ എറണാകുളത്തെത്തും. സിനിമ കാണാൻ വേണ്ടിയാണ് അദ്ദേഹം എത്തുന്നത്. ഇന്ന് അദ്ദേഹത്തിന്റെ 66ാം പിറന്നാളാണ്. എന്തായാലും ഈ 66ാം പിറന്നാൾ അദ്ദേഹത്തിന് ഒരിക്കലും മറക്കാനാകാത്തൊരു ദിനമായി ആകട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. കാരണം ദൃശ്യം 3 എന്ന് പറയുന്ന സിനിമ മലയാളി പ്രേക്ഷകർ മാത്രമല്ല ലോകം എമ്പാടുമുള്ളവർ ഒരുപോലെ നെഞ്ചിരിപ്പോടെ കണ്ടതാണ്. തിയേറ്ററിന്റെ സീറ്റുകളിലിരുന്ന് അത്രമേൽ ആവേശത്തോടെയാണ് കണ്ടതാണ്. ഉദ്വേഗജനകമായ നിമിഷങ്ങൾ സമ്മാനിച്ചൊരു സിനിമയാണ് ദൃശ്യം 3 എന്ന് പറയുന്നത്. അതിലെ ഓരോ അഭിനേതാക്കളുടെയും അഭിനയ തികവ് അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട മോഹൻലാൽ ഒരു സാധാരണക്കാരനായ വേഷമാണ് ഈ സിനിമയിൽ ചെയ്തു വച്ചിരിക്കുന്നത്. എന്തായാലും ആ രഹസ്യം എന്നോടൊപ്പം തന്നെ മണ്ണളിഞ്ഞു ചേരുമെന്നാണ് അദ്ദേഹം പറഞ്ഞു തീർത്തത്. എന്തായാലും ആ രഹസ്യം ഇന്ന് പ്രേക്ഷകരിലേക്ക് കൂടി എത്താൻ പോവുകയാണ് അല്പസമയത്തിനകം തന്നെ. കൃത്യമായി പറഞ്ഞാൽ 15 മിനിറ്റിനുള്ളിൽ മിഥുനുണ്ട് അശ്വതി. മിഥുൻ, 8 മണിക്കാണ് ഷോ തുടങ്ങുക. അല്പസമയത്തിനകം തന്നെ ലാലേട്ടൻ എത്തും. അതിനുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും, അല്ലേ? തീർച്ചയായിട്ടും എല്ലാവരും വലിയ രീതിയിലുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് തുടരുന്നത്. നമുക്കറിയാം ഏറ്റവും വലിയ ഒരു സിനിമ മാമാങ്കം തന്നെയാണ് ഈ ദൃശ്യം സീരീസുകൾ എന്നുള്ളത് നമുക്ക് അറിയാം. കാരണം ഇതോടകം തന്നെ നമുക്ക് ഈ ദൃശ്യത്തിൻ്റെ ഓരോ സിനിമകളും, അതായത് ഇതിനു മുമ്പ് 2013 പുറത്തിറങ്ങിയ ദൃശ്യത്തിൻ്റെ ആദ്യ പതിപ്പ് അത് എത്രത്തോളം സിനിമ ഇൻഡസ്ട്രിയെ വലിയ രീതിയിൽ താങ്ങി നിർത്തി എന്നുള്ള കാര്യത്തിൽ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാവുന്ന ഒന്നാണ്. രണ്ടാമത്തെ ചാപ്റ്റർ ആണെങ്കിൽ അത് കോവിഡിൻ്റെ അടക്കമുള്ള വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾക്കിടയിൽ OTT റിലീസായിട്ടായിരുന്നു ദൃശ്യം 2ലേക്ക് 2021 കടന്നു പോയത്. പക്ഷേ അതും വലിയ രീതിയിലുള്ള ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചു പ്രേക്ഷകർക്ക്. പക്ഷെ അതൊരു നിരാശ കൂടി ഉണ്ടായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, ആ തിയേറ്ററിൻ്റെ ഒരു വലിയ ബിഗ് സ്ക്രീനിൽ ദൃശ്യം 2 കാണാൻ സാധിച്ചില്ല. അതുപോലെ തന്നെ ഒരു ഗംഭീര അഭിപ്രായം കൂടി, വലിയൊരു ഹിറ്റ് എന്നുള്ള നിലയിൽ, സൂപ്പർ ഹിറ്റ് എന്ന നിലയ്ക്ക് അതിൻ്റെ ദൃശ്യം 2ൻ്റെ ആ ഒരു കാര്യങ്ങൾ എത്തിച്ചേർന്നപ്പോൾ അതിനൊരു തിയേറ്റർ വാച്ച് നഷ്ടപ്പെട്ടല്ലോ എന്നുള്ള വലിയ രീതിയിലുള്ള സങ്കടം തന്നെയായിരുന്നു പ്രേക്ഷകരുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ സങ്കടങ്ങളെല്ലാം തന്നെ ദൃശ്യം 3 തിയേറ്ററിലേക്ക് എത്തുമ്പോൾ തിയേറ്ററിൽ നിന്ന് തന്നെ ഇവ കാണാമെന്നുള്ള വലിയ ഉറച്ച തീരുമാനത്തോടു കൂടിയാണ് പ്രേക്ഷകരെല്ലാം ഇന്ന് തിയേറ്ററിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് എന്നുള്ളതാണ്. എല്ലാ ബുക്കിങ്ങുകളും എല്ലാം വലിയ ഫുള്ളായിട്ടിരിക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴിതാ നിരവധി അണിയറ പ്രവർത്തകരും അതുപോലെ തന്നെ സിനിമയുടെ മറ്റ് അണിയറ പ്രവർത്തകരെല്ലാം എത്തിച്ചേരുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലാലേട്ടൻ ദൃശ്യം 3 ആ വിസ്മയം നേരിൽ ആസ്വദിക്കാൻ മലയാളത്തിന്റെ പ്രിയപ്പെട്ട ലാലേട്ടൻ ഇതാ എറണാകുളം കവിതാ തിയേറ്ററിൽ എത്തിക്കുന്നു. എന്തൊരു സൂര്യ തേജസ്സോടു കൂടിയാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. ആരാധകരെ ശാന്തരാഘവനല്ലേ? അതെ, ആരാധകരെ ശാന്തരാഘവൻ. അതെ, ഒരു മാസ ഡയലോഗ്. പ്രതീക്ഷകളല്ലേ ജീവിതം. 68ാം പിറന്നാൾ ദിനത്തിൽ ദൃശ്യം കാണാൻ എത്തിയിരിക്കുന്നു നടന വിസ്മയം, ഇതിഹാസ നടൻ സൂര്യ തേജസ്സോടെ മോഹൻലാൽ എത്തിയിരിക്കുന്നു. മലയാള സിനിമയുടെ ഇതിഹാസം, മലയാളത്തിന്റെ സുഹൃതം, മലയാളത്തിന്റെ പുണ്യം, സാക്ഷാൽ ഭാരത് മോഹൻലാൽ ഇതാ എറണാകുളം കവിതാ തിയേറ്ററിൽ തന്റെ ഏറ്റവും പുതിയ സിനിമ, മലയാളികളുടെ ഏറെക്കാലത്തെ കാത്തിരിപ്പ് ദൃശ്യം 3 അത് കാണാനിതാ തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ്. പ്രേക്ഷകർക്കൊപ്പം തന്റെ പ്രിയപ്പെട്ടവർക്കൊപ്പമാണ് അദ്ദേഹം തിയേറ്ററിൽ. സിനിമയുടെ ആദ്യ ഷോ 8 മണിക്കാണ് ഷോ ആരംഭിക്കുക. ആ ഷോ കാണാൻ വേണ്ടിയിട്ടാണ് ആന്റണി പെരുമ്പാവൂരിനൊപ്പം അദ്ദേഹം എത്തിയത്. അതിനു മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ പത്നി സുചിത്ര, ഒപ്പം നടി മീന, ഇസ്തരം, നിരജ്, അങ്ങനെയുള്ള ആ സിനിമയുടെ താരനിരയുടെ ഒരു ഭാഗം തന്നെ, ആ താരനിര തന്നെ ആ തിയേറ്ററുകളിലേക്ക് എത്തിയിരുന്നു. പ്രേക്ഷകർ ഓരോരുത്തരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ആ സസ്പെൻസ് എന്തായിരിക്കും, ജോർജ് കുട്ടിയും കുടുംബവും എത്രത്തോളം ദൃശ്യവിരുന്നായിരിക്കും പ്രേക്ഷകർക്ക് സമ്മാനിക്കുക. ഇത് കയ്യും നീട്ടി ഹൃദയപൂർവ്വം സ്വീകരിക്കാൻ പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്.
തീർച്ചയായും കെ പി പ്രത്യേകിച്ച് ഒരു കാര്യം കൂടി ഈ 66-ാം വയസ്സിൽ അല്ലെങ്കിൽ പിറന്നാൾ ദിനത്തിൽ അദ്ദേഹം എത്തി ഒരൊറ്റ വാചകമാണ് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത്. അത് പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായി തന്നെ സമർപ്പിക്കുകയാണ്. അതെ. പ്രതീക്ഷകളല്ലേ ജീവിതം. ആ ഒരു ഒറ്റ വരിയിൽ എത്രത്തോളം മോട്ടിവേഷൻ ആണുള്ളത്. അതായത് പ്രതീക്ഷകളല്ലേ ജീവിതം, ജീവിക്കുന്നത് തന്നെ പ്രതീക്ഷകൾ കൊണ്ടല്ലേ. എന്തായാലും മഞ്ഞ ജുപ്പയൊക്കെ ധരിച്ചുകൊണ്ട് സുന്ദരനാണ് കാണാൻ. സൂര്യ തേജസ്സോടെയാണ് അദ്ദേഹം അവിടെ എത്തിയിരിക്കുന്നത്. ക്ലീൻ ഷേവ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സോറി, ക്ലീൻ ഷേവ് ചെയ്തിട്ടില്ല, ക്ഷമിക്കണം. ഞാൻ വിചാരിച്ചിങ്ങനെ മീശ വിരിച്ച് മീശയോടെ ലാലേട്ടൻ വരുമ്പോൾ ക്ലീൻ ഷേവോ. സോറി, ക്ഷമിക്കണം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ദയവായി ക്ഷമിക്കണം. മിഥുൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു മാസ് ഡയലോഗാണ് പ്രേക്ഷകരോട്, മാധ്യമങ്ങളോട് അദ്ദേഹം പങ്കുവച്ചത് അല്ലേ? തീർച്ചയായിട്ടും നമുക്കറിയാം ലാലേട്ടൻ്റെ ഓരോ വാക്കുകളും എങ്ങനെയാണ് പ്രേക്ഷകരെല്ലാം എത്രത്തോളം ആവേശത്തോടെയാണ് എടുക്കുന്നത് എന്നുള്ളത് ഇതിനു മുമ്പെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. ചെറിയ പുഞ്ചിരി പോലും, ചെറിയ പുരികമനക്കുന്നതടക്കം പോലും വലിയ മാസായി തന്നെയാണ് എല്ലാ പ്രേക്ഷകരും കാണുന്നത്. കാരണം അദ്ദേഹം സൃഷ്ടിക്കുന്ന ആ ഓറ, ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ട്രെൻഡിങ് വാക്കുകൂടിയാണ് ആ ഓറ എന്നുള്ളത്. ആ ഓറ എന്ന് പറയുന്നത് വളരെ വലുത് തന്നെയാണ്. നമുക്കിതാ നിരവധി പ്രേക്ഷകർ കൂടി എത്രത്തോളം കണ്ടിട്ട് വരാം. വലിയ പ്രതീക്ഷയുണ്ട്. പ്രേക്ഷകരെല്ലാം ലാലേട്ടൻ എത്തിച്ചേർന്നു. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാം തന്നെ തിയേറ്ററിലേക്ക് കയറാൻ പോവുകയാണ്. നമുക്ക് എങ്ങനെയുണ്ട്? എത്രത്തോളം പ്രതീക്ഷയുണ്ട് അറിയില്ല. നമുക്ക് എങ്ങനെയുണ്ട് ഇത്തവണത്തെ പ്രതീക്ഷ? എങ്ങനെയുണ്ട് തീർച്ചയായിട്ടും ഇവിടെ ഇന്ന് ലാലേട്ടന്റെ പിറന്നാൾ കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ലാലേട്ടന്റെ ഫ്ലെക്സിന് മുമ്പിൽ, കൂറ്റൻ ഫ്ലെക്സിന് മുമ്പിൽ ഇന്ന് ലാലേട്ടന്റെ പിറന്നാൾ കൂടിയാണ്. അതെ, ഒരു ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടാ. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടാ. ദൃശ്യത്തെ സംബന്ധിച്ച് എന്താണ് ഈ ദൃശ്യം 3യെ സംബന്ധിച്ച് പ്രതീക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോർ ദാൻ എക്സ്പെക്ടേഷൻ, ഒരു എക്സൈറ്റ്മെന്റ് ആണ്. രണ്ട് ദൃശ്യംസും ഭയങ്കര ഇതായതുകൊണ്ട് ജോർജ് കുട്ടി വിൽ ഹാവ് സംതിങ് ടു സേ എന്നുള്ള ഒരു ഇതുണ്ട്. ഭയങ്കര എക്സൈറ്റഡ് ആണ്, മോർ ദാൻ ദ എക്സ്പെക്ടേഷൻ. വലിയ ട്വിസ്റ്റ് ഒന്നും പ്രതീക്ഷിച്ച് വരരുത് എന്നാണ് നിരന്തരം. അതെ, ട്രെയിലർ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായത് ജോർജ് കുട്ടിയുടെ ഇമോഷൻസ് ആണ്, ജോർജ് കുട്ടിയുടെ ആ ഏജിങ് പ്രോസസ്സിൽ ഉണ്ടായ ചേഞ്ചസ് ആണെന്ന് തോന്നുന്നു. സോ ലുക്കിംഗ് ഫോർവേഡ്. 8 മണിക്ക് സിനിമ ആരംഭിക്കും. ഇനി വെറും 8 മിനിറ്റ് കൂടി ഇതിന് ശേഷിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ലാലേട്ടനെ കാണാൻ വേണ്ടിയാണ് ഇവിടെ പ്രേക്ഷകരെല്ലാം തിയേറ്ററിനകത്ത് കയറാൻ തന്നെ കാത്തിരുന്നത്. ലാലേട്ടൻ എത്തിയോടുകൂടി തിയേറ്ററിന് മുമ്പ് ആകെ ആളുകളെല്ലാം തന്നെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഇന്നത്തെ ദിവസം ചേട്ടാ ലാലേട്ടൻ്റെ ആരാധന, ഭയങ്കര ആരാധന. ഹാപ്പി. ദേഹത്തൊക്കെ പെയിന്റ് ചെയ്തിട്ടാണല്ലോ വന്നിരിക്കുന്നത്. അതെ അതെ, ഒരു വെറൈറ്റി ഇരിക്കട്ടെന്ന് ഓർത്ത്. ലാലേട്ടൻ നമുക്ക് വേണ്ടി എത്രയും വെറൈറ്റി കഥാപാത്രങ്ങൾ ഇറക്കിയേക്കുന്നു. അപ്പം നമ്മളൊരു വെറൈറ്റി ഇറക്കാമെന്ന് ഓർത്ത്. സ്ഫടികത്തിലെ അതെ 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 അതെ. ദൃശ്യം എങ്ങനെ അടിച്ചു പൊളിക്കണമല്ലോ, പൊളിച്ച് അടുക്കണമല്ലോ, എന്നാലല്ലേ നമുക്കൊരു ഉഷാറാവുള്ളൂ. ദൃശ്യം 2 തിയേറ്ററിൽ കാണാൻ പറ്റാത്തതിന്റെ ഒരു വിഷമമുണ്ടോ? അതെ അതെ, അത് ഉണ്ട്. അത് ഇല്ലെന്ന് പറയുന്നില്ല, അതുണ്ട് ശരിക്കും. ഇത്തവണ ദൃശ്യം 1ഉം 2ഉം പോലെ തന്നെ 3യും വലിയ പ്രേക്ഷകരുടെ പ്രതീക്ഷകളെല്ലാം തകർക്കുന്ന നിലയിലേക്ക് വലിയ വരും, ഉറപ്പാ. പിന്നെ അത് ഭയങ്കര സംഭവം തന്നെ ആകാനേ വഴിയുള്ളൂ. അപ്പോൾ അത് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ എന്ന് പറയുന്നത്. തന്നെയാണ് ദൃശ്യം 3 കലക്കും എല്ലാ പ്രതീക്ഷകളെയും തകർക്കുന്ന നിലയിലേക്ക് വലിയ രീതിയിലുള്ള ഉയർന്ന വിജയം തന്നെ ദൃശ്യം 3ക്ക് നേടാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് പ്രേക്ഷകരെല്ലാം തന്നെ ഇപ്പോൾ പങ്കുവെക്കുന്നത്. പ്രേക്ഷകരെല്ലാം ഇപ്പോൾ തിയേറ്ററിനകത്തേക്ക് കയറി തുടങ്ങി. ഇനി വെറും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. 7 മിനിറ്റ് കഴിഞ്ഞാൽ പടം തുടങ്ങുകയായി. സുരേഷ്, അതെ, ദൃശ്യം 3 കലക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം കലക്കും, പൊള്ളിക്കും, തിമിർക്കും, എന്തൊക്കെ വിശേഷണമുണ്ടോ അതൊക്കെ ദൃശ്യം വിസ്മയത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഒപ്പം സംവിധായകൻ പറഞ്ഞിട്ടുണ്ട്, ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട്, അധികമൊന്നും പ്രതീക്ഷിക്കാതെ വേണം ഈ സിനിമയിലേക്ക് പോകാം. പക്ഷേ അധികമൊക്കെയും പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഇത് ലാലേട്ടന്റെ സിനിമയാണ്, ലാലേട്ടനെ നമുക്കൊരു പ്രതീക്ഷയല്ലേ. അപ്പോൾ എന്തായാലും ദൃശ്യം 3ക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നമുക്ക് നോക്കാം എന്താണ് ജോർജ് കുട്ടിയും കുടുംബവും സ്ക്രീനിൽ ഒളിപ്പിച്ച ആ മാജിക്, ജോർജ് കുട്ടിയിലുള്ള ആ രഹസ്യം ഇന്ന് പ്രേക്ഷകർ കൂടി അറിയും.